ഹലോ, ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു മൂഡുമില്ല. നോർമൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മലയാളികളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു, ഒന്ന് വെറൈറ്റി പിടിച്ചാലോ എന്ന്. ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും എന്താ പ്രശ്നം? ഇറ്റ്സ് വെരി ഈസി. പക്ഷെ കുറച്ച് സാധനങ്ങൾ വേണമെന്നേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കട്ടോ, അതിന് ടൈം ഒന്നും എടുക്കില്ല. എന്തൊക്കെയാ വേണ്ടത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം വേണ്ടത് സോസേജസ് വേണം, ഹാഷ് ബ്രൗൺസ് വേണം, മുട്ട വേണം, അതുപോലെ ബേക്ക്ഡ് ബീൻസ് വേണം, പിന്നെ കുറച്ച് ചെറി ടൊമാറ്റോ. ഇത്ര സംഗതികളെ ആവശ്യമുള്ളൂ. ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ആ പ്രൊസീജിയറിലേക്ക് പോകാം കേട്ടോ. ഞാൻ ആദ്യം തന്നെ നമ്മുടെ സോസേജസ് ഇവിടെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ബോയിൽ ചെയ്ത് നമ്മൾ എടുക്കുന്നത്, അതിൽ നമ്മൾ ഫ്രൈ ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല. സോസേജിന്റെ ടേസ്റ്റ് ബോയിൽ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. സോസേജ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പുറം സൈഡിൽ നമുക്ക് ഹാഷ് ബ്രൗൺസ് ഇട്ട് കൊടുക്കാം. ഇതാണ് ഹാഷ് ബ്രൗൺസ്. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു വിഭവമാണ്. ഇത് മെയിനായിട്ട് ഉരുളക്കിഴങ്ങും അതുതന്നെ കോൺഫ്ലവർ ഒക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഒരു സൈഡിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാമല്ലോ നമുക്ക്. ഞാനിവിടെ മറ്റൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ചെറി ടൊമാറ്റോ ഇല്ലേ, അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. സോട്ട് ചെയ്തതാ ചെറി ടൊമാറ്റോസ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റാം. ഹാഷ് ബ്രൗൺസും ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് അതും മാറ്റിയെടുക്കാം. നമ്മുടെ ഹാഷ് ബ്രൗൺസ് ഇതാ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. അത് നമുക്ക് മാറ്റാം. ഇനി അതേ പാനത്തിന് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എഗ് കൂടെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് മുട്ട പൊടിച്ചിട്ട് കൊടുക്കാം. എഗ് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്ക്രാമ്പിൾഡ് എഗ് ആയി കഴിഞ്ഞു, ഹാഷ് ബ്രൗൺസ് ആയി കഴിഞ്ഞു, ടൊമാറ്റോസ് ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ സോസേജസും അവിടെ ആയിട്ടുണ്ട്. കണ്ടോ, അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. സോസേജസും റെഡിയാണ്. നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം അത് എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ഐറ്റം ആണ് ഈ കാണുന്ന ബേക്ക്ഡ് ബീൻസ്. ഇത് നമുക്ക് ജസ്റ്റ് ഓവനിലൊന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മതി, 2 to 3 minutes. അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുവാണ്. ഇതിന്റെ ഫൈനൽ എങ്ങനെയാ വരുന്നത് കാണിച്ചു തരാം. കണ്ടോ, ദിസ് ഈസ് അവർ യമ്മി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതിനി നമുക്കൊരു തട്ടാം. ആദ്യം തന്നെ സോസേജ് ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ടൊമാറ്റോ പ്ലസ് ഹാഷ് ബ്രൗൺസ്. എപ്പോഴും വേണമെന്നില്ല, വല്ലപ്പോഴും നമുക്ക് ചേഞ്ചിന് വേണ്ടി നമുക്ക് ഇത് ട്രൈ ചെയ്യാം. കാരണം നമ്മുടെ ഫുഡ് മെനുവിൽ റെഗുലർ ആയിട്ട് വരുന്നതല്ലല്ലോ. ബട്ട് വൺസ് ഇൻ എ വൈൽ യു ക്യാൻ ഹാവ് ഇറ്റ്. സോ ഞാൻ പോയി കഴിക്കട്ടെ. ടാറ്റാ.